ശ്രീ രഞ്ജിത്ത് നിരപരാധിയോ? അദ്ദേഹത്തിനെ കേസിൽ കുടുക്കിയതാണോ? സത്യം എന്താണ്? കോടതി വിധിയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വേട്ടയാടലായിരുന്നു? ഇത്തരം വിഷയങ്ങൾ 100% നിഷ്പക്ഷമായി 100% വസ്തുനിഷ്ഠമായി നമ്മൾ അനലൈസ് ചെയ്യുകയാണ്. ഇത് ചെയ്യാൻ കോടതി വിധി കിട്ടിയിട്ട് മാത്രമേ ചെയ്യൂ എന്ന് ഞാൻ തീരുമാനിച്ചതിന്റെ കാരണം വളരെ സെൻസിറ്റീവായ കേസാണ്, ഹൈ പ്രൊഫൈൽ കേസാണ്. സമാനമായ പല കേസുകളിൽ സത്യത്തിന് വേണ്ടി ഇടപെട്ടതുകൊണ്ടും സത്യം ഞാൻ പറഞ്ഞതാണെന്ന് പിന്നീട് തെളിയുകയും ചെയ്തിട്ടുണ്ട്, ഓർക്കുക. പക്ഷേ വീണ്ടും എനിക്ക് ജയിലിൽ പോകേണ്ടി വരുന്ന അവസ്ഥയുണ്ട്. ഇപ്പോഴും എന്റെ ജാമ്യം ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞ് ചില ആൾക്കാർ കോടതിയിലേക്കൊക്കെ പോയിട്ടുണ്ട്. അതിന്റെ വിധി വരാനിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് കോടതി വിധി വന്നിട്ട് കോടതി വിധിയുടെ വിശദാംശങ്ങളായിട്ട് തന്നെ പറയാം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ സത്യം എന്താണ്? രഞ്ജിത്തിനെ കുടുക്കിയതാണോ, വേട്ടയാടലാണോ? കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കോടതി വിധി ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് പറഞ്ഞ് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. വേറെ ഒരാൾക്കും ഇനി എനിക്കിട്ട് പണി ചെയ്യാനൊരു ഗ്യാപ്പ് ഞാൻ കൊടുക്കുന്നില്ല. കോടതി വിധിയുടെ മലയാളം നമുക്ക് ഒന്ന് നോക്കാം. ഓർക്കുക, കോടതി വിധി അതേപോലെ വായിക്കുകയാണ്. അതിജീവിത / പരാതിക്കാരി / കംപ്ലൈന്റന്റിന്റെ യാതൊരു വിവരങ്ങളോ കാര്യങ്ങളോ പുറത്തുവിടുന്നില്ല. അപ്പോ ഇൻ ദ കോർട്ട് ഓഫ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് എറണാകുളം, കോടതി വിധിയുടെ വിശദാംശങ്ങൾ. ഈ ഓർഡർ എന്ന് പറയുന്നത് ശ്രീ രഞ്ജിത്തിനെതിരെ, അദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ സെക്ഷൻ 74, 75, 75, 79, 127 തുടങ്ങിയവയാണ്. അപ്പോ ഇതിൽ നോക്കേണ്ട വാദഗതികൾ നമുക്ക് നോക്കാം. അതായത് ജനുവരി 30, 2026 ഉച്ചയ്ക്ക് 12:30 ഞാൻ ആദ്യം 12:30 PM എന്ന് കണ്ടപ്പോൾ ഇനി അർദ്ധരാത്രി 12:30 ആണോ എന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് 12:30 ദി അക്യൂസ്ഡ്, നമ്മുടെ ശ്രീ രഞ്ജിത്ത്, ഇതിഹാസ തുല്യനായ കലാകാരനാണെന്ന് നമുക്കെല്ലാം അറിയാം. അദ്ദേഹം സെക്ഷുവലി അസോൾട്ടഡ് ദ ഡിഫാറ്റോ കംപ്ലൈന്റന്റ്, ഒരു ഫീമെയിൽ സിനിമ ആർട്ടിസ്റ്റ് ആണ്, ഇൻ എ കാരവൻ പാർക്ക്ഡ് അറ്റ് ദി ഷൂട്ടിംഗ് ലൊക്കേഷൻ നിയർ എ ബിൽഡിംഗ് നോൺ ആസ് ആസ്പിൻ വാൾ ഇൻ ഫോർട്ട് കൊച്ചി. അങ്ങനെ അവരുടെ സ്ത്രീത്വത്തെ അപമാനിച്ചു, ഔട്ട്റേജ് ഹെർ മോഡസ്റ്റി. ഇതാണ് ആരോപണം. രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. അക്യൂസ്ഡിനെ അറസ്റ്റ് ചെയ്തു, മാർച്ച് 1 തീയതി ചെയ്തു, ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഈ കോപ്പി ബാക്കി എല്ലാവരും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദ പോയിന്റ് ടു ബി കൺസിഡേർഡ്, ഈ അക്യൂസ്ഡിന് ബെയിൽ കൊടുക്കാൻ കഴിയുമോ? അപ്പൊ ലേൺഡ് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ വിയമെന്റ്ലി ഒപ്പോസ്ഡ്. അതങ്ങനെയാണ്, സ്ഥിരം പോലീസും പ്രോസിക്യൂഷനും എല്ലാം ഏതെങ്കിലും ഒരു സ്ത്രീ പരാതി കൊടുക്കുകയാണെങ്കിൽ അത് ഏതൊരു ക്രൈമും സ്റ്റേറ്റിനെതിരെയുള്ള ഒരു ക്രൈമാണ് എന്നുള്ളത് കൊണ്ടും കൂടിയും പിന്നീട് സ്ത്രീപക്ഷം എന്ന് പറയുന്ന ഒരു കാര്യമുള്ളതുകൊണ്ടുകൂടിയും അതിശക്തമായി പോരാടി എതിർത്തിട്ടുണ്ട്. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, വനിതാ പോലീസ് സ്റ്റേഷൻ, filed a report stating that investigation, the preliminary stage, investigation പ്രാഥമിക ഘട്ടത്തിലാണ്, presence of the accused, അതായത് ശ്രീ രഞ്ജിത്തിന്റെ സാന്നിധ്യം അവർക്ക് ആവശ്യമാണ്. The prosecution further contends, അതായത് പ്രോസിക്യൂഷൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പറയുകയുണ്ടായി, ആ സർവൈവർ അവരുടെ മെന്റൽ ഹെൽത്ത് പൂർണ്ണമായും വീണ്ടെടുത്തിട്ടില്ല. അതായത് ജനുവരി 30, 2026 നടന്ന ആ സംഭവത്തിനെ അവരുടെ മെന്റൽ ഹെൽത്ത് 2 മാസത്തിന് ശേഷവും അവർ വീണ്ടെടുത്തിട്ടില്ല. മെഡിക്കലും കൗൺസിലിംഗ് സപ്പോർട്ടിലുമാണ്. ഈ അക്യൂസ്ഡ് എന്ന് പറയുന്നത് വലിയ സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ പിന്തുണയുള്ള വ്യക്തിയാണ്. അത് സത്യമാണ്, സംശയമൊന്നുമില്ല. നമുക്കെല്ലാം ഇഷ്ടമാണ്. നമുക്കെല്ലാം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇടതുപക്ഷക്കാരനാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭവം കാണിക്കുന്നതാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. ലാലേട്ടന്റെ പല സിനിമകളും ഇന്ന് കാണുന്ന രീതിയിൽ ലാലേട്ടനെ ആക്കിയ ശ്രീ രഞ്ജിത്തിന്റെ തിരക്കഥകളാണ്. അതുകൊണ്ട് അദ്ദേഹം ശക്തനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം ശക്തനായതുകൊണ്ട് തന്നെ ഇന്റിമിഡേറ്റിംഗ് ദ വിറ്റ്നസ്, നമ്മുടെ സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും, സ്ഥിരമുള്ള ഒരു ക്ലീഷേ ഡയലോഗാണ്. ത്രട്ടനിങ് ദ സർവൈവർ, ആ സർവൈവറിന്റെ ഫാമിലിയെ ത്രട്ടൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇറ്റ്സ് ഓൾസോ അസ് ദാറ്റ് കീ വിറ്റ്നസസ് ആർ വർക്കിംഗ് അണ്ടർ, ഈ പ്രധാനപ്പെട്ട സാക്ഷികൾ ഇയാളുടെ താഴെയാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് പ്രജുഡിസ് ദ ഇൻവെസ്റ്റിഗേഷൻ, ഈ അന്വേഷണത്തിന് പ്രജുഡിസ് ചെയ്യും, അല്ലെങ്കിൽ അന്വേഷണത്തെ വഴിതെറ്റിക്കും. അതൊരു റോങ് മെസ്സേജ് സൊസൈറ്റി ആയിരിക്കും. അത് കേൾക്കുമ്പോൾ ഓർത്തോണം. അങ്ങനെ റോങ് മെസ്സേജ് ടു സൊസൈറ്റിയിൽ നിന്ന് ആരെങ്കിലും എവിടെങ്കിലും ഓർത്തോണം. ഇത് ഈ കേസിന്റെ കാര്യത്തിലല്ല, ജനറലി റോങ് മെസ്സേജ് ടു സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അർത്ഥസത്യമാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഒരാളുടെ ജീവിതത്തെ എടുത്ത് ഉദാഹരണം വെച്ചല്ല വേറൊരാളുടെ ജീവിതത്തിന് കൊടുക്കേണ്ടത്. ശ്രീ ദിലീപിന്റെ കേസിൽ ഇത് തന്നെ പറഞ്ഞു. ദിലീപിന് ജാമ്യം കൊടുത്താൽ സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ്. അതെങ്ങനെ തെറ്റായ സന്ദേശമാവുന്നത്? ഒരു കാര്യമില്ല, ശ്രീ ദിലീപിനെ കുടുക്കി 80 ദിവസം ജയിലിലിട്ട്, 86 ദിവസം ജയിലിലിട്ട് അതിനുശേഷം ജാമ്യം കൊടുക്കുമ്പോഴും ജാമ്യം കൊടുക്കരുത്, സമൂഹത്തിന് തെറ്റായ സന്ദേശമാവും. ഇതൊക്കെ കൺട്രോൾ സി കൺട്രോൾ വി ആണ്. ഇതിനൊന്നും വലിയ മെറിറ്റ് ഒന്നുമില്ല. എല്ലാവരുടെ അടുത്ത്, അതായത് നമ്മൾ ഈ കൺട്രോൾ സി കൺട്രോൾ വി കോപ്പി അടിച്ച് എസ്ഐക്ക് എഴുതുന്ന കുറെ വരികളുണ്ടല്ലോ, അതേപോലെ കുറെ വരികളായിട്ട് ഇവർ എഴുതി വെക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് ആ പറയുന്ന കാര്യത്തിന് വലിയ മെറിറ്റ് ഒന്നുമില്ല. സെക്ഷുവൽ ഒഫൻസസ് അഗൈൻസ്റ്റ് വുമൺ, അതിനൊരാൾക്ക് ബെയിൽ കൊടുത്താൽ സമൂഹത്തിന് തെറ്റായ സന്ദേശം കൊടുക്കും.
കേസ് ഈസ് ട്രയബിൾ ബൈ സെഷൻ. അതുകൊണ്ട് ഇത് ചെയ്യണം. അപ്പൊ എന്നിട്ട് നമുക്കിനി ശ്രീ രഞ്ജിത്തിന്റെ വാദഗതികളാണ് നോക്കേണ്ടത്. കാര്യം രഞ്ജിത്തിനെതിരെ അത്രമാത്രം വേട്ടയാടലുണ്ടായി. അതിരൂക്ഷമായ ശ്രീ രഞ്ജിത്തിനെ പല കാര്യങ്ങളും വെച്ച്, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സാറിനെ വെച്ച്, ബാക്കി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അവരൊക്കെ ഏറ്റവും അടുത്ത സൗഹൃദത്തിൽ ആകുകയും ആയിരുന്നു. പിന്നീട് ഒന്ന് രണ്ട് തർക്കങ്ങൾ ഉണ്ടായി, വീണ്ടും ആയി, അദ്ദേഹത്തിന്റെ സിനിമ റോൾ വന്നു, അടുത്ത സൗഹൃദങ്ങളുള്ളവരാണ്. അതുകൊണ്ട് ശ്രീ രഞ്ജിത്തിനെ കരിവാരിത്തേക്കാൻ ഒരുപാട് പേര് മുമ്പോട്ട് വന്നു. അപ്പോൾ നമ്മുടെ രഞ്ജിത്തിന്റെ അഡ്വക്കേറ്റ് കൃത്യമായി ചൂണ്ടിക്കാണിച്ചു, ഇദ്ദേഹത്തെ വ്യാജ പരാതിയിൽ കുടുക്കിയിരിക്കുകയാണ്. പ്രൊഫഷണലായ എനിമിറ്റി കാരണം, സിനിമാ ഇൻഡസ്ട്രിയിലെ രാഷ്ട്രീയവും പ്രൊഫഷണലായ എനിമിറ്റി കാരണവും കുടുക്കിയതാണ്. ഈ ഡിഫാക്ടോ കംപ്ലൈന്റിന്റെ ഒരു പ്രായം പറയുന്നുണ്ട്. ആ പ്രായം ഞാൻ പറയുന്നില്ല. ഒരു പ്രത്യേക, ഇനി അങ്ങനെ ഞാൻ പ്രായം പറഞ്ഞു എന്ന് പറഞ്ഞ് അതിജീവിതയുടെ രഹസ്യം രാഹുൽ ഈശ്വർ വെളിവിട്ടു എന്ന് പറഞ്ഞ് അടുത്ത് വീണ്ടും അറസ്റ്റ് ചെയ്യാൻ വരും. അതുകൊണ്ട് അധികം പ്രായമൊന്നുമില്ലാത്ത ഈ അഭിനേത്രി പല സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അടുത്ത പോയിന്റ് വളരെ പ്രധാനമാണ്. ഈ അഭിനേത്രിയുടെ അച്ഛൻ ഒരു ഹൈ റാങ്കിങ് പോലീസ് ഒഫീഷ്യലാണ്. ഈ സിനിമാ നടിയുടെ അഭിനേത്രിയുടെ അച്ഛൻ ഒരു ഹൈ റാങ്കിങ് പോലീസ് ഒഫീഷ്യലാണ്. ഇവര് വളരെ എന്താ പറയണേ, പല സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. ഫാദർ, അവരുടെ അച്ഛൻ ഒരു ഹൈ റാങ്കിങ് പോലീസ് ഒഫീഷ്യലാണ്. ആ സമയത്തോ ലൊക്കേഷനിലോ യാതൊരു പരാതിയും റേസ് ചെയ്തിട്ടില്ല. ഒന്ന്, ഇന്റേണൽ കമ്മിറ്റിക്ക് മുമ്പിൽ യാതൊരു പരാതിയും റേസ് ചെയ്തിട്ടില്ല ഷൂട്ടിംഗ് സെറ്റിലുള്ളത്. എന്നിട്ട് പോലീസ് 2 മാസത്തോളം പോലീസിൽ, ഇന്റേണൽ കമ്മിറ്റിയിൽ, ലൊക്കേഷനിൽ യാതൊരു പരാതികളും റേസ് ചെയ്തിട്ടില്ല. കാര്യം ഒരു അബലയായ വ്യക്തിയൊന്നുമല്ല, അച്ഛൻ ഒരു ഹൈ റാങ്കിങ് പോലീസ് ഒഫീഷ്യൽ ആണ്. എന്നിട്ടും കൂടി അപ്പോൾ ചില ആൾക്കാർ വാട്സപ്പിലൊക്കെ പറയുന്നത് പോലെ അച്ഛൻ ഹൈ റാങ്കിങ് പോലീസ് ഓഫീഷ്യൽ ആയതുകൊണ്ട് ഇദ്ദേഹത്തെ കൊടുക്കാനായിട്ട് പോലീസുകാരുടെ സഹായം കിട്ടിയെന്നാണ് പലരും പറയുന്നത്. എനിക്ക് ആ അഭിപ്രായമില്ല. ഇനി ഞാൻ ആ അഭിപ്രായം കൂടെ പറഞ്ഞ് പോലീസുകാരുടെ കൂടുതൽ ദേഷ്യം എന്നിലേക്ക് വിളിച്ചു വരുത്തുന്നില്ല. ഞാൻ അങ്ങനെ പറയുന്നില്ല. പക്ഷെ അങ്ങനെ പറയുന്ന പല ആൾക്കാരും ഉണ്ട് ഈ കേസ് പഠിക്കുന്നത്. പിന്നെ ഒരുപാട് പേരുടെ ആ സ്പോട്ടിൽ തന്നെ കമ്മിറ്റി മെമ്പേഴ്സ് അടക്കം ഒരുപാട് പേരുണ്ടായിരുന്നു ഈ സംഭവം നടന്നപ്പോൾ. അവരോട് ആരോടും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റിയിൽ പരാതി പറഞ്ഞിട്ടില്ല. 2 മാസത്തോളം ആരോടും പരാതി പറഞ്ഞിട്ടില്ല. അച്ഛൻ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ്. അത് അത്രയും പ്രമുഖനായ ഒരു വ്യക്തിയുടെ മകളായിട്ടും ആരോടും പറഞ്ഞിട്ടില്ല. അപ്പോ ഈ ഡിലേ കാര്യമായിട്ടുണ്ട്, 2 മാസത്തെ ഡിലേ. അപ്പൊ ഈ സ്ഥിരം ഡിലേക്ക് ഉണ്ടാക്കുന്ന ഒരു ന്യായീകരണമാണ് ഈ കേസിലല്ല ഞാൻ പറയുന്നത്. ഫൈനൽ വിധി വരട്ടെ. അതായത് പെൺകുട്ടി ട്രോമയിലായിരുന്നു. ശ്രീ സിദ്ദിഖ് 1 ദശാബ്ദം മുമ്പ് ചെയ്തു എന്ന് ആരോപിച്ച കേസിലും പെൺകുട്ടി പറയുന്നത് ഞാൻ ഇത്രയും കാലം മാനസികമായ ട്രോമയിലായിരുന്നു നോക്കിയാണ്. അതൊക്കെ കള്ളമാണ്, തെള്ളാണ്. ഇതാണ് അതിന്റെ സത്യം. ഇതൊരു തെള്ളാണ്. 18 വർഷം ട്രോമയിലായിരുന്നു, അതുകൊണ്ടാണ് 18 വർഷം കഴിഞ്ഞ് കൊടുത്തതെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എങ്ങനെ വേണമെങ്കിലും അത് വ്യാഖ്യാനിക്കാം. അപ്പൊ ഇത് ദീസ് ആർ ഡിസ്പ്രൂവബിൾ അല്ലാത്ത ആർഗ്യുമെന്റ് ആണ്. അതിനാണ് തെള്ളുകൊണ്ടെന്ന് ഉദ്ദേശിക്കുന്നത്. നോൺ ഫോൾസിഫൈബിൾ എന്നൊക്കെ നമുക്ക് പറയാം. അതായത് തെറ്റാണെന്നോ ശരിയാണെന്നോ തെളിയിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണിവ. എന്നിട്ട് വളരെ പ്രധാനപ്പെട്ട 8ാം പാരാഗ്രാഫ്, എന്റെ കയ്യിൽ നിന്ന് കുത്തോ കോമയോ പോലും ഇടുന്നില്ല, 8ാം പാരാഗ്രാഫിൽ ചൂണ്ടിക്കാട്ടുന്നു, ആ സമയത്ത് ലൊക്കേഷനിൽ 250 ആൾക്കാരോളം ഉണ്ടായിരുന്നു. ആ സമയത്ത് ലൊക്കേഷനിൽ 250 ആൾക്കാരോളം ഉണ്ടായിരുന്നു. ഈ പ്ലേസ് ഓഫ് ഒക്കറൻസ് എന്ന് പറയുന്നത് എല്ലാവരും വന്നു പോകുന്ന സ്ഥലമാണ്. ആർട്ടിസ്റ്റ്, അസിസ്റ്റന്റ് ഡയറക്ടർ, ബാക്കി ഇദ്ദേഹത്തെ കാണാൻ വരുന്ന ആൾക്കാർ. പ്രാക്ടിക്കലി ഇത് ഇമ്പോസിബിൾ ആണ്. അങ്ങനെ ഉച്ചയ്ക്ക് 12:30 ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ, 12:30 PM, 12:30 AM അല്ല, 12:30 PM ഇങ്ങനെ നടക്കാൻ ഇമ്പോസിബിൾ ആണ്. അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നാണ് ഇദ്ദേഹത്തിന്റെ വാദഗതി. അനദർ കണ്ടൻഷൻ, യഥാർത്ഥത്തിൽ സിനിമയിൽ ചില രംഗങ്ങൾ കട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ആ രംഗങ്ങൾ കട്ട് ചെയ്യാൻ തീരുമാനിച്ചു. താൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ പെർഫോം ചെയ്യാനോ അഭിനയിച്ചു ഫലിപ്പിക്കാനും ഈ പ്രത്യേക അഭിനേത്രിക്ക് കഴിഞ്ഞില്ല. അതിന്റെ പേരിൽ തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായി, അൺപ്ലസന്റ് സിറ്റുവേഷൻ ഉണ്ടായി. അങ്ങോട്ടും ഇങ്ങോട്ടും ഹാർഷ് വേർഡ്സ് ഉപയോഗിച്ചു. ഈ കംപ്ലൈന്റിനെതിരെ ശ്രീ രഞ്ജിത്ത് ഹാർഷ് വേർഡ്സ് ഉപയോഗിച്ചു. പുള്ളിക്ക് അല്ലെങ്കിലും പണ്ടേ കുറച്ച് ഹാർഷ് വേർഡ്സ് ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ നമുക്കെല്ലാം അറിയാമല്ലോ, പണ്ട് അദ്ദേഹത്തിന്റെ SFI കാലത്തെ പ്രസംഗമാണെങ്കിലും ഈ നായരും SFIയും ഒരുമിച്ചാവുന്നതിന്റെ ഒരു അല്ലെങ്കിൽ നായരും ഇടതുപക്ഷക്കാരനും ഒരുമിച്ചാവുന്നതിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അങ്ങനെ ചില ഹാർഷ് വേർഡ്സ് ഒക്കെ ഉപയോഗിച്ചു. ഇതാണ് യഥാർത്ഥത്തിൽ, അതായത് വ്യക്തിവൈരാഗ്യം മൂത്ത് തന്നെ ലൈംഗികമായി അധിക്ഷേപിച്ചു അല്ലെങ്കിൽ ലൈംഗികമായി കടന്നു പിടിച്ചു എന്ന സാധനം വ്യാജ പരാതി ഉണ്ടാക്കിയതാണെന്നുള്ളതാണ് 8ാം പാരാഗ്രാഫിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അടുത്തതും വളരെ പ്രധാനമാണ്. പോയിന്റ് നമ്പർ 9, അനദർ കണ്ടൻഷൻ. അതായത് യഥാർത്ഥത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ സെക്ഷൻ 35 പ്രകാരം BNSS സെക്ഷൻ 35 പ്രകാരം നോട്ടീസ് കൊടുക്കണമായിരുന്നു. ഈ പറയുന്നത് പോലെ റേപ്പ് സാധനങ്ങളൊന്നും അല്ല. കടന്നു പിടിച്ചു തുടങ്ങിയ ലൈറ്റർ, അതായത് റേപ്പ് പോലെ ഗ്രാവിറ്റി ഉള്ള ക്രൈം ഒന്നുമല്ല. 7 വർഷത്തിൽ താഴെ മാത്രം ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യമാണ്. അതിൽ നോട്ടീസ് നൽകേണ്ട ആവശ്യമുണ്ട്. സെക്ഷൻ 35 ആ നോട്ടീസ് നൽകിയിട്ടില്ല. അങ്ങനെ കേൾക്കുമ്പോൾ ഉറപ്പിച്ചോണം കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ്.
രാഹുൽ ഈശ്വറിനെ അങ്ങനെ തന്നെ കുടുക്കിയത്. എനിക്ക് നോട്ടീസ് തന്നില്ല. അപ്പൊ നോട്ടീസ് തരാതെ അറസ്റ്റ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നോട്ടീസ് കിട്ടിയാൽ നമ്മൾ കോടതിയിൽ പോകും. നോട്ടീസ് കിട്ടി കോടതിയിൽ പോയാൽ കോടതി ഇത്തരം ഗ്രാവിറ്റി ഇല്ലാത്ത ക്രൈമുകളൊക്കെ വരികയാണെങ്കിൽ ഈസി ആയിട്ട് മുൻകൂർ ജാമ്യം കൊടുക്കും, എന്നിട്ട് അന്വേഷണത്തോട് സഹകരിക്കണമെന്ന് പറയും. ഈ സാധനം തടയാൻ വേണ്ടി നോട്ടീസ് നൽകിയിട്ടില്ല. ആസ് പെർ BNSS സെക്ഷൻ 35, ഇഷ്യൂയിങ് നോട്ടീസ് ഈസ് ദ റൂൾ ആൻഡ് അറസ്റ്റ് ഈസ് ദി എക്സെപ്ഷൻ. അതായത് നോട്ടീസ് ആണ് നിയമം, അറസ്റ്റ് എന്നുള്ളത് എക്സെപ്ഷൻ ആണ്. പക്ഷേ ബോധപൂർവം ശ്രീ രഞ്ജിത്തിനെ കൊടുക്കാനായിട്ട് നോട്ടീസ് നൽകിയിട്ടില്ല. അപ്പോൾ എന്നിട്ട് സതീന്ദ്രകുമാർ അന്തിൽ വേഴ്സസ് CBI, അത് CBI ആണെങ്കിലും കേരള പോലീസ് ആണെങ്കിലും ED ആണെങ്കിലും ഒന്നുമില്ല. നമുക്ക് കൊടുക്കണമെന്ന് ഒരാളെ ഉണ്ടെങ്കിൽ അയാളെ കൊടുക്കാൻ നോട്ടീസ് കൊടുക്കാതെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ടാണ് നിങ്ങളന്ന് വാർത്തകളൊക്കെ ശ്രദ്ധിച്ചു കാണും, ശ്രീ രഞ്ജിത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നൊക്കെ. എന്തൊരു സത്യസന്ധത ഇല്ലാത്ത വാർത്തകളാണ്. എന്നിട്ട് രഞ്ജിത്തിന്റെ കാർ ഓടിച്ചിരുന്നവരെ കൂടെ ഞങ്ങൾ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് പോലീസ് ഇറങ്ങുന്നത് മനഃപൂർവ്വം പണി കൊടുക്കാനാണ്. ശ്രീ രഞ്ജിത്തിന് നോട്ടീസ് കൊടുത്താൽ പോലെ രഞ്ജിത്ത് കോടതിയിൽ ചെന്ന് മുൻകൂർ ജാമ്യം എടുക്കും, എന്നിട്ട് അന്വേഷണം സഹകരിക്കും. പക്ഷെ അത് പറ്റില്ല. ജയിലിലിട്ട് നാണം കെടുത്തിയാലല്ലേ സന്തോഷമുള്ളൂ. അപ്പോ അങ്ങനെ സുപ്രീം കോടതിയുടെ അടക്കം വ്യക്തമായ നിർദ്ദേശങ്ങൾ പോലീസ് ലംഘിച്ചു എന്നുള്ളത് വളരെ കൃത്യമായി പറയുന്നുണ്ട്. ശരി, അടുത്തത് മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളൊന്നുമില്ല, വാമൊഴി മാത്രമായിട്ടാണ്, സ്റ്റേറ്റ്മെന്റ് മാത്രമായിട്ട് പറയുന്നത്. എന്താണ് അലിഗേഷൻ അറിയാമോ? കേട്ടിരിക്കണം. സിൻസ് ദി അലിഗേഷൻസ് ആർ റിലേറ്റഡ് ടു ബാഡ് ടച്ച്, അതായത് ഏതെങ്കിലും രീതിയിൽ ഗ്രേവായ ക്രൈമോ കാര്യങ്ങളോ ഒന്നുമല്ല, ബാഡ് ടച്ച്. അതായത് എന്ന് പറഞ്ഞാലേ ആളെ കൊടുക്കൂ, എന്ന് പറഞ്ഞാലേ അറസ്റ്റ് ചെയ്യൂ, എന്ന് പറഞ്ഞാലല്ലേ ലൈംഗിക പീഡനമാവൂ. ഇനിയും ഈ ബാഡ് ടച്ച് എന്നൊന്നുമല്ല, മീഡിയക്കാരെന്ത് പറയും? പീഡന പരാതി എന്ന് പറയും. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ. ഈ ബാഡ് ടച്ച് ആയതുകൊണ്ട് ഒരു മെറ്റീരിയലും ഇല്ല, ബാഡ് ടച്ചിന് ഒരു രേഖ ഉണ്ടാക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ യാതൊരു വഴിയുമില്ല. അപ്പം അതിനെക്കുറിച്ചാണ് പോലീസുകാരെ കുറിച്ച് മീഡിയക്കാർ ഗ്ലോറിഫൈ ചെയ്ത് പോലീസുകാർ രഹസ്യമായിട്ട് അന്വേഷിച്ചു, എന്തോന്ന് അന്വേഷിച്ചു. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ പ്രശ്നം. എന്നിട്ട് 3 ദിവസത്തോളം, പിന്നീട് ബെയിൽ കിട്ടാൻ വേണ്ടി കാര്യം 3 ദിവസത്തോളം അറസ്റ്റ് ചെയ്ത് വെച്ചു. ഒരു ദിവസം കഴിഞ്ഞ് തിരിച്ച് 3 ദിവസം വേണമെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞ് ഹി വാസ് റിട്ടേൺ വിത്തിൻ 24 hours by alleging that he is not cooperating with the investigation. പിന്നെ ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറയണു. അതായത് ഇയാൾ കോപ്പറേറ്റ് ചെയ്യുന്നില്ല, ഒന്നുമില്ല. പോലീസുകാർ വെറുതെ ചോദിക്കുന്ന ചെയ്യുന്ന പോലീസുകാർക്കും അറിയാം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് അറസ്റ്റ് ചെയ്ത പോലീസുകാർ കേട്ടെങ്കിൽ ഒരു മനസ്സിൽ ചിരിക്കും. അവർക്കും ഇതൊരു ഒപ്പിക്കൽ നാടകമാണെന്നറിയാം. ഇതൊരു തട്ടിക്കൂട്ട് സെറ്റപ്പാണ്. എനിക്കത് പറയുന്നതിൽ വളരെ വിഷമമുണ്ട്. നമ്മുടെ പോലീസ് ഓഫീസേഴ്സിന്റെ നിയമ സംവിധാനത്തിന്റെ പോലീസ് ദുരുപയോഗം ചെയ്യുന്നതിന്റെ ആസ്പെക്ടിനെ കുറിച്ചാണ്, കോടതികളെ കുറിച്ചല്ല പറയുന്നത്. ഇതൊരു തട്ടിക്കൂട്ട് സെറ്റപ്പാണ്. അതായത് 3-4 പോലീസുകാരിക്കും ഇവിടെ അവനെ അറസ്റ്റ് ചെയ്യണമല്ലോ, അവന് പണി കിടക്കട്ടെ, ഒരാഴ്ച കിടക്കണമല്ലോ, എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യും, നോട്ടീസ് ഒന്നും വേണ്ട, രാത്രി വല്ലതും ചെന്ന് അറസ്റ്റ് ചെയ്യുക, പ്രതീക്ഷിക്കാതെ അറസ്റ്റ് ചെയ്യും. എങ്ങനെയാണെങ്കിലും അയാൾക്ക് ജാമ്യം കിട്ടാൻ ഒരാഴ്ച എടുക്കും, അല്ലെങ്കിൽ 10 ദിവസം എടുക്കും. ആ 10 ദിവസത്തിനകം അവന് നാണം കെടുക്കാനുള്ള മുഴുവൻ നാണം കെടും. എന്തായാലും ഇവനൊന്നും ഈ കേസിൽ ഒരിക്കലും ശിക്ഷിക്കപ്പെടാൻ പോകുന്നില്ല, അപ്പോൾ ഒരു പണി കൊടുക്കട്ടെ. ഇതാണ് പോലീസുകാരുടെ ആറ്റിറ്റ്യൂഡ്. എന്നിട്ട് അത് എന്തുകൊണ്ട് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് അവർ കൊടുത്തിട്ടുണ്ട്. 62 വയസ്സായി. അപ്പം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രായമായി, അദ്ദേഹത്തിന്റെ സർജറിയും മറ്റു കാര്യങ്ങളും അതുണ്ട്. എന്നിട്ട് കോടതിയുടെ 2-3 ഒബ്സർവേഷൻസ് ഉണ്ട് കേട്ടോ. 14 പാരഗ്രാഫ്. At this stage there appear to be prima facie materials connecting the petitioner with the alleged offences. However, this court refrains from entering the merits of the accusation or the veracity of the rival versions. ഈ കേസിന്റെ മെറിറ്റിലേക്ക് നമ്മൾ കടക്കുന്നില്ല. ഇപ്പോ ബെയിൽ കൊടുക്കണോ വേണ്ടയോ എന്ന് മാത്രമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഹാവിംഗ് റിഗാർഡ് ടു നേച്ചർ ഓഫ് അക്യൂസിഷൻ, സിവിറിറ്റി ഓഫ് ദി പണിഷ്മെന്റ്. അതായത് ഇത് സുപ്രീം കോടതിയുടെ പാരാമീറ്റേഴ്സ് ഉണ്ട്. 14 പാരാഗ്രാഫ് അദ്ദേഹത്തിന് ബെയിൽ നൽകണോ എന്നുള്ളതാണ്. അതായത് ഈ ശ്രീ രഞ്ജിത്തിനെതിരെയുള്ള കോടതിയുടെ ഇതാണ് 15 പാരഗ്രാഫ്. സെക്ഷൽ ഒഫൻസസ് ആൻഡ് ആക്ട്സ് ഇന്റൻഡ് ടു ഇൻസൾട്ട് ദ മോഡസ്റ്റി ഓഫ് ദി വുമൺ ആൻഡ് റോങ്ഫുൾ റെസ്ട്രെയിന്റ്. അതായത് സ്ത്രീത്വത്തെ അധിക്ഷേപിച്ചു എന്ന് പറയുന്ന വളരെ ഒരു വകുപ്പിൽ മാത്രമാണ് റോങ്ഫുൾ റെസ്ട്രെയിന്റ്. ഇത് മാത്രമേ ഉള്ളൂ. മാക്സിമം പണിഷ്മെന്റ് 5 വർഷമാണ്. Further, the prosecution has not pointed out that any of the particular charges herein attracts punishment of 7 years or more. 7 വർഷത്തിൽ കൂടുതൽ ശിക്ഷ കിട്ടുന്ന യാതൊരു കാര്യവും ഇവിടെ ഉണ്ടെന്ന് കാണിച്ചിട്ടില്ല. അപ്പൊ യഥാർത്ഥത്തിൽ നോട്ടീസ് കൊടുക്കേണ്ടതായിരുന്നു. പക്ഷെ കോടതി വിധിയിൽ വേണ്ട രീതി അത് എഴുതിയിട്ടുണ്ടോ സംശയമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ നോട്ടീസ് കൊടുക്കാതെ കുടുക്കിയതാണ്. അപ്പോ 5 വർഷത്തിന്റെ താഴെ, 5 yearsന്റെ താഴെ പർപ്പസ് ഓഫ് ബെയിൽ ഫോൾസ് വിത്തിൻ കാറ്റഗറി ഓഫ് ഓർഡിനറി നോൺ ബെയിലബിൾ ഒഫൻസസ് ട്രയൽ ബൈ എ മജിസ്ട്രേറ്റ് സെഷൻ കോർട്ട്. ഇതൊരു ഗ്രേവസ്റ്റ് ഒഫൻസ് അല്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് അതിന്റെ ഡീറ്റെയിൽസും ഈ സാധാരണക്കാർക്ക് ഡീറ്റെയിൽസിലേക്ക് പോകേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാണ്. അപ്പോ ഇദ്ദേഹം, അതായത് ശ്രീ രഞ്ജിത്ത് ഓടി രക്ഷപ്പെടാനൊന്നും ഇതില്ല. അദ്ദേഹം ഫ്ലൈറ്റ് റിസ്ക് അല്ല, നല്ല റൂട്ട്സിൽ കമ്മ്യൂണിറ്റിയിൽ റൂട്ട്സ് ഉണ്ട്. 17 പാരാഗ്രാഫ്.
അങ്ങനെ പേഴ്സണൽ ലിബർട്ടി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. അദ്ദേഹത്തിന്റെ പ്രായം, അദ്ദേഹത്തിന്റെ ആരോഗ്യം, ഇത്തരം ഒരുപാട് കാര്യങ്ങൾ നോക്കും. ഇതെല്ലാം നോക്കിക്കൊണ്ട് അവസാനം അദ്ദേഹത്തിന് ക്വാണ്ടം ഓഫ് പണിഷ്മെന്റ് 5 വർഷത്തിൽ താഴെയാണ്. അപ്പം അത് തന്നെയാണ് ഏറ്റവും വലിയ പോയിന്റ്. 7 വർഷത്തിൽ താഴെയുള്ള ഒഫൻസസിന് സ്ട്രിക്റ്റ് ആയിട്ട് ഇത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അതുവരെ നോട്ടീസ് കൊടുത്തില്ല. ഇനിയും ഇൻകാർസറേഷൻ അല്ലെങ്കിൽ ജയിൽ ടേം വേണ്ട എന്നുള്ളത് അദ്ദേഹം പോകുന്നു. പിന്നീട് മറ്റേ ഷ്യൂരിറ്റീസും കാര്യങ്ങളും ഒക്കെ വെച്ച് പോകും. അപ്പൊ യഥാർത്ഥത്തിൽ 2-3 കാര്യങ്ങൾ വളരെ ക്ലിയർ ആണ്. ആ 3 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ശ്രീ രഞ്ജിത്തിന് നോട്ടീസ് കൊടുത്തില്ല. പോലീസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നോട്ടീസ് കൊടുക്കില്ല. സോ രഞ്ജിത്തിനെ പോലീസ് കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു. 7 വർഷത്തിന് താഴെയുള്ള ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യമാണെങ്കിൽ നിർബന്ധമായി നോട്ടീസ് നൽകണമെന്നുള്ളതാണ്. ശ്രീ രഞ്ജിത്തിന് നോട്ടീസ് നൽകിയില്ല, കുടുക്കിയതാണ്. ആ അർത്ഥത്തിൽ നമുക്ക് പറയാം. 2, ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ പെൺകുട്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നുമില്ല. അച്ഛൻ ഒരു ഹൈ റാങ്കിങ് പോലീസ് ഓഫീസറാണ്. അദ്ദേഹത്തിന് പോലീസ് സേനയിലെ സ്വാധീനമൊക്കെ ഉപയോഗിച്ച് ചെയ്തായിരിക്കാം. ഏതൊരു അച്ഛനും തന്നെ മകൾ അങ്ങനെയൊന്നും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അച്ഛൻ ചെയ്തു കൊടുക്കുന്നതായിരിക്കാം. പക്ഷേ അലിഗേഷൻ ബാഡ് ടച്ച് മാത്രമാണ്, വേറൊന്നുമില്ല. പക്ഷെ ഈ അവസരത്തിൽ ശ്രീ രഞ്ജിത്തിനെതിരെ ആഞ്ഞടിച്ച് കരിവാരി തേക്കാൻ ഒരുപാട് തീവ്ര ഫെമിനിസ്റ്റുകളും മറ്റും ഇറങ്ങി എന്നുള്ള സത്യമാണ്. അദ്ദേഹത്തിനെതിരെ ടാർഗറ്റഡ് ക്യാമ്പയിൻ ഉണ്ടായി എന്ന് സംശയിക്കുന്ന രീതിയിൽ, പെയ്ഡ് PR ക്യാമ്പയിൻ ഉണ്ടെന്ന് സംശയിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ അടക്കം മനഃപൂർവ്വം കുടുക്കി. അദ്ദേഹത്തിനെതിരെയുള്ള മുമ്പ് 2 കേസുകളും വ്യാജ കേസുകളായിരുന്നു. 10-18 വർഷം മുമ്പ് ഇതേപോലെ ബാഡ് ടച്ച് എന്ന് പറഞ്ഞ് ഒരു ബംഗാളി നടി വന്നു. ആ കേസ് റദ്ദായി. അവസാനം ഇദ്ദേഹം ഒരു ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന് ഒരു പുരുഷൻ വന്നു പറഞ്ഞു. അവസാനം ആ ഹോട്ടൽ അന്ന് തുറന്നിട്ടില്ല എന്ന് കോടതി കണ്ടെത്തി. എന്നിട്ട് കർണാടക ഹൈക്കോടതി പറഞ്ഞത് കള്ളക്കേസുകളുടെ ക്ലാസിക് എക്സാമ്പിൾ ആണ് ഇതെന്നാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആംഗിളുകൾ അതിനകത്തുണ്ട്. ശ്രീ രഞ്ജിത്ത് എന്തായാലും അതിശക്തമായി തിരിച്ചു വരട്ടെ. അത്തരം വേട്ടയാടലുകളെ അതിജീവിക്കട്ടെ. കേരളം കണ്ട ഇതിഹാസ തുല്യനായ കലാകാരനാണെന്ന് അദ്ദേഹത്തിന് ഒരു സംശയവുമില്ല. ഇനിയും തിരിച്ചു വരട്ടെ. സിനിമാ രംഗത്തെ പല പ്രൊഫഷണൽ റൈവലറികളും പരസ്പര വിരോധങ്ങളും മറികടന്ന് വരട്ടെ. ഇതിന്റെ ഫൈനൽ വിധി എന്താവെന്ന് അറിയില്ല. കോടതി വിധി വന്നിട്ട് നമുക്കും വിധിക്കാം. അതുവരെ എ പേഴ്സൺ ഈസ് ഇന്നസെന്റ് അണ്ടിൽ പ്രൂവ് ഗിൽറ്റി. ഒരു വ്യക്തി നിരപരാധിയാണെന്ന് തിരിച്ചറിവ് വരട്ടെ. ശ്രീ രഞ്ജിത്തിനെ യഥാർത്ഥത്തിൽ അപമാനിക്കാനും നാണം കെടുത്താനും വേണ്ടിയാണ് ഈ കേസ് കൊടുത്തത് എന്ന് ആരെങ്കിലും അനുമാനിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. ഇതുകൊണ്ടാണ് ഞാൻ അടക്കമുള്ളവർ പറയുന്നത്, ഇത്തരത്തിലുള്ള ഒരു പരാതി വന്നാൽ കോടതി വിധി വരുന്നത് വരെ പരാതിക്കാരിയുടെ പേരും പറയരുത്, ആരോപിതന്റെ പേരും പറയരുത്. ഈ രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയണം. അപ്പം എന്തായാലും അതാണ് കോടതി വിധിയുടെ ഡീറ്റെയിൽസ് നിങ്ങളോട് സൂചിപ്പിക്കുന്നു. ശ്രീ രഞ്ജിത്തിനെ പോലൊരു കലാകാരനെ അധിക്ഷേപിക്കാനും അപമാനിക്കാനും ഉള്ള മനസ്സ് നമുക്കുണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.